കഥാവായന. കഥ ന്യൂജൻ സ്റ്റിക്കർ. രചന ഡി മുരളി. അവതരണം രാധാകൃഷ്ണൻ കുടവട്ടൂർ. ഋതു, ഹോംവർക്കെല്ലാം ചെയ്തോ? കഴിഞ്ഞ 2 ദിവസം ക്ലാസ്സിൽ കണ്ടില്ലല്ലോ, എന്തു പറ്റി? അവളൊന്നും മിണ്ടിയില്ല. ആ മുഖത്തെ വിഷാദത്തിൻ്റെ കരിനിഴലാഴങ്ങളിൽ തെളിയുന്ന നിഗൂഢതകൾ, സ്വഭാവ വ്യതിയാനം, പഠന വിമുഖത, സൈക്കോളജി കൂലങ്കഷമായി പഠിച്ച നീന ടീച്ചറെ അലോസരപ്പെടുത്തി. എൻ്റെ കുട്ടി, നിനക്കെന്താ പറ്റിയേ? ടീച്ചർ, ലീവ് ലെറ്റർ. പെട്ടെന്നവൾ ബാഗ് തുറന്ന് സ്കൂൾ ഡയറി എടുത്ത് നീട്ടി. ടീച്ചർ, മോൾക്ക് പനിയായതിനാൽ സ്കൂളിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല, ലീവ് അനുവദിക്കണം. പതിവ് വാചകങ്ങൾ. നീതു, നിന്റെ ഹോംവർക്ക് എവിടെ? അവൾ തലകുനിച്ച് നിന്നു. അത് ടീച്ചർ, ഭയങ്കര മഴ, വീട്ടിൽ കറണ്ടില്ലായിരുന്നു. ടീച്ചർ അമർത്തി മൂളി. ശരി ശരി, ഉച്ചയ്ക്കുള്ള സ്റ്റഡി ടൈമിൽ എഴുതി കാണിക്കണം, ഇരുന്നോളി. ഇൻ്റർവെൽ മുഴങ്ങി. ക്യാൻറ്റീനിൽ ആവി പറക്കുന്ന കട്ടൻ ചായ ഊതിക്കുടിക്കുമ്പോൾ നീന ടീച്ചറുടെ മനസ്സിൽ തലേ ദിവസം ചാനലിലും വാട്സാപ്പിലും കണ്ട വാർത്തകളായിരുന്നു. ഒരു കുട്ടി ഓടിക്കിതച്ചുകൊണ്ട് അവിടേക്കെത്തി. ടീച്ചർ, ടീച്ചർ, റീതു ക്ലാസ്സിൽ ആകെ ബഹളമുണ്ടാക്കുന്നു, കുട്ടികളുടെ ബാഗൊക്കെ എടുത്തെറിയുന്നു. ടീച്ചർ, വേഗം ക്ലാസ്സിലേക്കൊന്നു വായോ. അവർ വേഗത്തിൽ കുട്ടിക്കൊപ്പം ക്ലാസ്സിലേക്ക് ഓടി. ടീച്ചർക്കൊപ്പം മറ്റു 2 ടീച്ചർമാരും ഓടിയെത്തി. കുട്ടികളുടെ നോട്ട് ബുക്കുകളും ബാഗും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവളൊരു ഭ്രാന്തിയെപ്പോലെ കണ്ണ് തെളിച്ച് തുറിച്ചു നോക്കി. 2 കൈകൊണ്ടും മുടി പിടിച്ചു വലിച്ച് വല്ലാത്തൊരു ഭാവത്തിലാണ്. ഋതു, ഋതു, എൻ്റെ കുട്ടി, നിനക്കെന്തു പറ്റി? കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. അവൾ നിലത്ത് വീണു. ഓടി വന്ന അധ്യാപകർ അവളെ താങ്ങി ബെഞ്ചിൽ കിടത്തി. ഒരു ബുക്കെടുത്ത് നിവർത്തി വീശി. കുട്ടിയാകെ വിയർക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും ദാസമാഷെ വിളിക്കൂ. ടീച്ചർ അടുത്ത് കണ്ട വാട്ടർ ബോട്ടിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് തളിച്ചു. അവൾ മെല്ലെ കണ്ണു തുറന്നു. കുട്ടികൾ വീശിക്കൊണ്ടിരുന്നു. ദാസൻ മാഷ് ഓടിയെത്തി. ടീച്ചർ, വേഗം ആശുപത്രിയിലെത്തിക്കാം. മാഷുടെ കാറിൽ ആശുപത്രിയിലെത്തിച്ചു. കാഷ്വാലിറ്റി ഡോക്ടർ കുട്ടിയെ നോക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം പുറത്തു വന്ന നേഴ്സ് പറഞ്ഞു, കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്, ട്രിപ്പിടണം. അവൾ കുറച്ച് ഛർദ്ദിച്ചു. ബ്ലഡ് ചെക്ക് ചെയ്യണം. ഈ മരുന്നുകൾ വാങ്ങി വരൂ ദാസമാഷെ. കുട്ടിയുടെ വീട്ടിൽ അറിയിക്കേണ്ടേ നീനെ? മാഷ് ചോദിച്ചു. വേണം, പക്ഷേ അവിടെ അവളുടെ അമ്മൂമ്മ മാത്രമാണുള്ളത്. അവരെന്ത് ചെയ്യാൻ? മാഷ് മരുന്ന് വാങ്ങി വരൂ. ട്രിപ്പ് കഴിയാൻ 1.5 മണിക്കൂർ എടുക്കും. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാൽ മതി. ശാലിനി ടീച്ചർ പറഞ്ഞു. ഞാൻ നിന്നോളാം, അടുത്ത പീരീഡ് എനിക്കില്ല. എന്തുണ്ടേലും വിളിക്കണേ ശാലിനി, ദാസൻ മാഷ് ഓർമ്മിപ്പിച്ചു. ശരി മാഷെ, നിങ്ങൾ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. സ്കൂളിലേക്ക് മടങ്ങുമ്പോൾ നീന ടീച്ചറുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. പഠിക്കാൻ മിടുക്കിയായ ചുറുചുറുക്കോടെ പൊട്ടിച്ചിരിച്ച് നടന്ന 9ാം തരക്കാരിയുടെ പൊടുന്നനെയുള്ള സ്വഭാവത്തിലെ മാറ്റം, തൻ്റെ കുട്ടികളുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന നീന ടീച്ചറിൻ്റെ അകക്കണ്ണുണർന്നു. മറ്റു കുട്ടികളെല്ലാം ഡോക്ടറും എഞ്ചിനീയറും ആകണമെന്ന മോഹം ഉള്ളിൽ തോറ്റി വളർത്തുമ്പോൾ ഋതുവിന് ടീച്ചറായാൽ മതി. അവളോടൊരു പ്രത്യേക സ്നേഹം തോന്നാനും അതാവും കാരണം. വാർത്താ ചാനൽ അന്തിച്ചർച്ചയ്ക്കൊരു കുറവുമില്ല. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം, സ്കൂൾ കുട്ടികളും ഇതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ. തലേ ദിവസത്തെ വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ്. ഒരമ്മ സ്കൂളിൽ വന്ന ചാനലുകാരുടെ മുന്നിൽ സ്കൂൾ അധികാരികളുടെ ഉത്തരവാദിത്വമില്ലായ്മയെക്കുറിച്ച്, സ്കൂളിലെത്തിയിട്ടും ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കുന്ന കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കാത്തതും വിവരങ്ങൾ യഥാസമയം രക്ഷിതാക്കളെ അറിയിക്കാത്തതിനും പ്രതികരിക്കുന്നു. അവർക്ക് പിന്തുണയുമായി മറ്റ് നിരവധി രക്ഷിതാക്കളും TC വാങ്ങാൻ എത്തിയിരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാം ബാഗൊന്ന് പരിശോധിച്ചാലോ? നീനെ, നീ എന്താണ് പറയുന്നത്? അങ്ങനൊന്നും നമ്മുടെ സ്കൂളിൽ ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷേ ഞാനും കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നു. എന്തോ വശപ്പശകുണ്ട്. എന്നാലും രമേ, എൻ്റെ നെഞ്ചിലെ തീയണയണമെങ്കിൽ നിങ്ങൾ കൂടി സഹായിക്കണം. കുട്ടികളില്ലാത്ത സമയം വേണമല്ലോ, അവർ വിവരങ്ങളൊന്നും അറിയരുത്. എന്നാൽ പിന്നെ കുട്ടികൾ IT ലാബിലേക്ക് പോകുന്ന സമയം ക്ലാസ്സിൽ ആരും ഉണ്ടാകില്ല. മാഷ ഐഡിയ മന്നൻ തന്നെ, രമ ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത പീരീഡിൻ്റെ ബെൽ മുഴങ്ങി. മാഷെ, സംശയമുള്ള കുട്ടികളുടെ ബാഗ് നോക്കിയാൽ പോരെ? പോരാ, ഒരു ബെഞ്ചിലെ മുഴുവൻ പേരുടെയും നോക്കണം. എന്നാൽ തുടങ്ങാം, ഇല്ലേ രമ? HMനോട് സൂചിപ്പിച്ചിരുന്നോ? അയ്യോ, ഞാനത് വിട്ടു. ഞാനിപ്പോൾ വരാം. നീന ടീച്ചർ വരാന്തയിലൂടെ വെച്ച് പിടിച്ചു. വളവ് തിരിഞ്ഞ് സഡൻ ബ്രേക്ക് ഇട്ടു. ടീച്ചറെ, എവിടേക്കാ പാച്ചില്? ഇപ്പോൾ എന്നെ ഇടിച്ചിട്ടേനെ. സോറി സാർ. നീന കിതപ്പോടെ HMനോട് വിവരങ്ങൾ പറഞ്ഞു. എന്നാ വാ, ഞാനും കൂടാം. കുട്ടികളുടെ ബാഗ് തുറന്ന് മേശവിരിയിലേക്ക് കമഴ്ത്തി. 4-5 ബാഗുകൾ പരിശോധിച്ചു. ഒരു തുമ്പുമില്ല. ആ സൈഡിലിരിക്കുന്ന കുട്ടിയുടെ കൂടെ നോക്കുമാഷേ. നീന ടീച്ചർക്ക് ആകെ വെപ്രാളമായി.
ആ ബാഗിൽ നിന്ന് സേഫ്റ്റി പാഡ് സൂക്ഷിക്കുന്ന പഴ്സ് കിട്ടി. ടീച്ചർ പരിഭ്രമത്തോടെ പരുതി. അത് വേണ്ട, വിസ്പറിൻ്റെ പാക്കറ്റല്ലേ, രമ ടീച്ചർ പറഞ്ഞു. അതല്ല, കുന്തം പോയാൽ കുടത്തിലും തപ്പണമല്ലോ. റബ്ബർ ബാൻഡിട്ട് ഭദ്രമാക്കിയ നാപ്കിൻ പാടുകൾ പുറത്തേക്ക് ഊർന്നിറങ്ങി. ഇതെന്താപ്പ, ഒന്നിൻ്റെ വാ തുറന്നിരിക്കുന്നല്ലോ. മാഷ് വളരെ സൂക്ഷ്മതയോടെ എടുത്തൊന്ന് നോക്കി. കുറേ ന്യൂജൻ ലഹരി സ്റ്റിക്കറുകൾ, പഞ്ഞിപ്പാളിയിൽ ഭദ്രമായി 10 എണ്ണം. ശ്രമം എന്തായാലും വെറുതെ ആയില്ല. ദാസൻ മാഷിൻ്റെ ആത്മകഥ. നീന ടീച്ചർക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ബെഞ്ചിൽ പിടിച്ച് തലയിൽ 2 കൈയും താങ്ങിയിരുന്നു. എൻ്റെ ദൈവമേ, എത്ര വിദഗ്ധമായിട്ടാണിത് ഒളിപ്പിച്ചത്! ഒരു സംശയത്തിന് ഇടവരാതെ, അതും മറ്റൊരു കുട്ടിയുടെ ബാഗിൽ. ഇവിടെ പെൺകുട്ടികളൊക്കെ ബഹു കേമത്തികളായി. എന്നാലും ഇത്ര പ്രതീക്ഷിച്ചില്ല. ഈ കുട്ടികൾക്ക് ഇതൊക്കെ എവിടുന്നാണ് കിട്ടുക? ആ കണ്ണിയാണ് കണ്ടെത്തി തകർക്കേണ്ടത്. ഇവറ്റകളെ ബലിമൃഗങ്ങളാക്കിയിട്ട് എന്ത് കാര്യം? തൊലിപ്പുറത്ത് ചികിത്സിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ കുട്ടികളെ ഉടൻ വിളിപ്പിക്കും. ഇതൊന്നും സ്കൂളിൽ അനുവദിക്കാൻ പറ്റില്ല, എച്ച്.എം. ദേഷ്യത്തോടെ പറഞ്ഞു. ദാസൻ മാഷ് ചാടി വീണു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികളെ പുറത്താക്കും, പോലീസിലേൽപ്പിക്കാം. അതോടെ തീരുമോ? നാളെ വാർത്ത ചാനലുകളിലും പത്രത്തിലും വരും. നമ്മുടെ സ്കൂളിൻ്റെ പേര് ഒന്നാമതായി വരും. ഈ കുട്ടികൾ വല്ല കടുങ്കയും ചെയ്താലോ? നിങ്ങളുടെ പേരും എഴുതി വെച്ചിട്ട്? നീന ടീച്ചർ ചോദിച്ചു. നോക്കൂ, വളരെ തന്ത്രപരമായി വിഷയം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇരകൾ വേട്ടയാടപ്പെടും. യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുന്നിൽ എത്തില്ല, അവർ രക്ഷപ്പെടും. ഇതൊരു വല്ലാത്ത റാക്കറ്റാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത വൻ മാഫിയ സംഘങ്ങളാണ് ഇതിന് പിന്നിൽ. ഓരോ ചുവടും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പണി പാളും. തൽക്കാലം ഇത് ആരും അറിയണ്ട, ആ കുട്ടികൾ പോലും. പക്ഷേ നമ്മുടെ കുട്ടികളെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിപ്പിക്കണം, രമ ടീച്ചർ വേദനയോടെ പറഞ്ഞു. എൻ്റെ കുട്ടികൾ മറ്റെന്തെങ്കിലും അബദ്ധങ്ങളിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ ദാസൻ മാഷെ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. പോരാത്തതിന് പ്രായത്തിൽ കൂടുതൽ വളർച്ചയുള്ള കുട്ടികളും. ദൈവമേ കാത്തോണേ, അരുതാത്തതൊന്നും സംഭവിക്കരുതേ. ഇവരുടെ കൂട്ടുകെട്ടുകളൊക്കെ നിരീക്ഷിക്കണം. ഋതു മുത്തശ്ശിക്കൊപ്പമാണ് താമസം. എപ്പോഴും ഉറക്കം തൂങ്ങിയ പോലെ. എന്തൊരു പ്രസരിപ്പുള്ള കുട്ടിയായിരുന്നു അവൾ. ആശുപത്രിയിലാക്കിയ കുട്ടിയുടെ വിവരങ്ങൾ കൂടി അറിയട്ടെ. രാത്രി നമ്മൾ മാത്രം ഒരു ഗൂഗിൾ മീറ്റിംഗ് ചേർന്ന് ബാക്കി ചർച്ച ചെയ്യാം. കുട്ടികളുടെ ബാഗുകളെല്ലാം യഥാസ്ഥാനത്ത് വെച്ചവർ പുറത്തേക്കിറങ്ങി. കുട്ടികൾ ടീനേജ് പ്രായക്കാരാണ്. ശരിക്കും ജാഗ്രത വേണം. അവരുടെ വീട്ടിൽ പോകണം, രക്ഷിതാക്കളോട് സംസാരിക്കണം, അവരുടെ എല്ലാവിധ കൂട്ടുകൂടലുകളും കണ്ടെത്തണം, രക്ഷിതാക്കളുടെ സഹായം ഉറപ്പാക്കണം. ഫോൺ ചിലച്ചു തുടങ്ങി. ശാലിനി ടീച്ചറാ, കുട്ടിക്ക് എങ്ങനെയുണ്ട്? മറുതലയ്ക്കൽ. മാഷേ, അവൾ ഉഷാറായി. ഞാൻ അവളെ വീട്ടിലാക്കി വരാട്ടോ. ശരി, ടീച്ചർ പോയി വരും. കുട്ടിക്ക് ചെറിയ തലചുറ്റൽ വന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. ആ അമ്മയെ വിഷമിപ്പിക്കേണ്ട ശാലിനി. ശരി മാഷേ, ഞാൻ പിന്നെ വിളിക്കാം. കുട്ടിയെ വീട്ടിലാക്കിയിട്ട് വന്ന് ശാലിനി ടീച്ചർ ഓഫീസ് റൂമിൽ വന്നു. മാഷേ, ഡോക്ടർ പറഞ്ഞതാ ആ കുട്ടിയുടെ രക്തത്തിൽ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന്. എന്തായാലും നമ്മൾ കരുതണം. ടീച്ചർ തൽക്കാലം കൂടുതൽ ആരും അറിയണ്ട, കുട്ടികൾ പോലും. ആ കുട്ടിയെ അറിയാതെ എന്തേലും അബദ്ധത്തിൽപ്പെട്ടതാവും. അവളെ നമുക്ക് മാറ്റിയെടുക്കണം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. തുറന്നിട്ടിരിക്കുന്ന ഉമ്മറവാതിൽ, ഒരു പഴയ തറവാട്ട് വീട്, വിശാലമായ തൊടിയിൽ ആകാശം ചുംബിക്കുന്ന നിരവധി മരങ്ങൾ. ഇവിടെ ആരുമില്ലേ? ദാസൻ മാഷ് നീട്ടി വിളിച്ചു. കാളിംഗ് ബെൽ സ്വിച്ചമർത്തി. കറണ്ടില്ലെന്ന് തോന്നുന്നു. ആരാ അത്? പ്രായമായ സ്ത്രീ പുറത്തേക്ക് വന്നു. ഏകദേശം 65 വയസ്സ് തോന്നും. ലുങ്കിയും ബ്ലൗസുമാണ് വേഷം. ഋതുവിൻ്റെ ടീച്ചർമാരാ. അമ്മേനെ ഒന്ന് കാണാൻ വന്നതാ. അവളെവിടെ? നീന ടീച്ചർ ചോദിച്ചു. അടുത്ത വീട്ടിലോ മറ്റോ ഉണ്ടാവും. അവർ നീട്ടി വിളിച്ചു. അമ്മു, വാ മോളെ. കയറിയിരി ടീച്ചർമാരെ. അമ്മേ, അവളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? ആ, പുസ്തകം തുറന്നിരിക്കുന്ന കാണാം. പിന്നിപ്പം ഓളുടെ തരക്കാരായ 4-5 കുട്ടികൾ വന്നിരുന്ന് വായിക്കുകയും എഴുതുകയൊക്കെ ഉണ്ട്. പക്ഷേ ഈയിടെ എപ്പോഴും ഉറക്കം തന്നെ. തീറ്റയും കൂടി ഒന്നും ശരിയാവണില്ല. എൻ്റെ കുട്ടിക്ക്. അവളുടെ അമ്മയും അച്ഛനും എന്നാ വരുന്നേ? ആർക്കറിയാൻ ടീച്ചറെ. ഇടയ്ക്കൊക്കെ വിളിക്കും. നശിച്ച കൊറോണ കാരണം കുറേ കാലം ജോലിയില്ലാതിരുന്നതല്ലേ. ദാസമാഷേ, നമ്മുടെ മദർ PTA പ്രസിഡന്റിൻ്റെ വീട് ഇവിടെ അടുത്താ. അവരെ കൂടെ ഒന്ന് കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു പോകാം. ഋതു ഓടിക്കിതച്ചെത്തി. ഒപ്പം നീതു. ഞങ്ങളവിടെ കളിയിലായിരുന്നു. ടീച്ചർമാർ വന്ന ശബ്ദം കേട്ട് വന്നതാ. നീന ടീച്ചർ അവരെ ചേർത്തണച്ചു. ഋതുവിൻ്റെ കവിളിൽ തലോടി. കണ്ണൊക്കെ പിടിച്ചു നോക്കിയിട്ട് മോളുടെ ക്ഷീണമൊക്കെ മാറിയില്ലേ? രണ്ടാളുടെയും തോളിൽ കൈയിട്ട് മിടുക്കികളായി പഠിക്കണം. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. വിശാലമായ തൊടി, കാട് മൂടിക്കിടക്കുന്ന മരക്കൂട്ടങ്ങൾ, ഒറ്റപ്പെട്ട വീടുകൾ, എന്തിനും പറ്റിയ സാഹചര്യം. ദാസൻ മാഷ് മനസ്സിലോർത്തു.
കുട്ടിയെ നോക്കിയ ഡോക്ടർ പറഞ്ഞ വിവരങ്ങൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഭയാനകമായിരുന്നു. മയക്കുമരുന്നിൻ്റെ മായിക ലോകം അവളിൽ നിന്നെല്ലാം കവർന്നെടുത്തു. ഡോക്ടറുടെ വാക്കുകൾ കേട്ടുനിന്ന നീന ടീച്ചർ, ദൈവമേ, എന്തെല്ലാമായി കേൾക്കുന്നേ. അവർ നിലത്ത് വീഴുമെന്ന അവസ്ഥയിൽ ശാലിൻ ടീച്ചർ താങ്ങി കസേരയിലിരുത്തി. ദാസൻ മാഷൊരു പോലീസുകാരൻ സുഹൃത്ത് പറഞ്ഞ കാര്യം അവരോട് പറഞ്ഞു. മയക്കുമരുന്നിൻ്റെ ഉറവിടം കണ്ടെത്താൻ വീട് പരിശോധന നടത്തി തൊണ്ടി കണ്ടെത്തി. മകനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ അമ്മ ഒന്നും പറഞ്ഞില്ല. അവർ വിങ്ങിപ്പൊട്ടി അലമുറയിട്ടു. ഞാനൊരു ജീവച്ഛവമാണ്, മോനല്ല, ഇന്നവനൊരു ചെകുത്താനാ. അവനെന്നെ ഒരമ്മയായിട്ടല്ല കാണുന്നത്. എനിക്ക് മടുത്തു. ഗദ്ഗതത്തോടെ ജീവിതം ഒടുക്കണമെന്ന് കരുതി മരിക്കാൻ എനിക്ക് പേടിയ അവർ വിതുമ്പി. കുട്ടികളെ നശിപ്പിക്കുന്ന ചെകുത്താന്മാർക്കെതിരെ എന്തെങ്കിലും ചെയ്യണം. PTA മീറ്റിംഗിൽ പ്രസിഡന്റ് സംഭവങ്ങൾ വിശദമായി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മയക്കുമരുന്നിൻ്റെ വൻ വിപത്ത് നമ്മുടെ സ്കൂളിലുമെത്തി. ദാസം മാഷേ, ഒന്ന് കാട്ടിയേ. മാഷ് ഓഫീസ് അലമാര തുറന്നൊരു പുതിയ അവിടെ കൂടിയവരെ കാണിച്ചു. നമ്മുടെ കുട്ടികൾ ചിലർ വലയിൽപ്പെട്ടു. ആ കണ്ണികൾ നമുക്ക് അമർച്ച ചെയ്യണം. ഈ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഏത് കുട്ടി പിടിക്കപ്പെട്ടു എന്നതല്ല, ഒരു കുട്ടിയും ഈ കെണിയിൽപ്പെടരുത്. ഈ വിപത്തിനെ നാട്ടിൽ നിന്ന് തുരത്തുവാൻ മികച്ച കൂട്ടായ്മ ഉണ്ടാകണം. കുട്ടികൾക്ക് കൗൺസിലിങ്ങും മോട്ടിവേഷൻ ക്ലാസ്സുകൾ നൽകി അവരെ ജീവിതത്തിൻ്റെയും പഠനത്തിൻ്റെയും മുഖ്യധാരയിലേക്ക് എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നിനെ ഉന്മൂലനം ചെയ്യുന്ന മഹായജ്ഞത്തിന് തുടക്കം കുറിക്കണം. അതിൻ്റെ മുന്നണി പോരാളികളാകാൻ നിങ്ങളുമുണ്ടാകണം. PTA പ്രസിഡന്റ് ഉപസംഹരിച്ചു.